ഏത് സാഹിത്യ രചന, ഏത് കലാകാരനെ ഞങ്ങൾ ഇവിടെ അംഗീകരിക്കണമെന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചോളാം. അതായത് ഈ പഠന ബോർഡിലുള്ള ആളുകൾ തീരുമാനിച്ചോളാം. അല്ലാതെ പുറത്തുനിന്നൊരുത്തൻ്റെ ഒരു ഔദാര്യമോ പുറത്തുനിന്നൊരുത്തൻ്റെ ഒരു തേഞ്ഞ അഭിപ്രായമോ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് അദ്ദേഹം വന്ന് പറയുന്നത്. പറയാതെ പറയുന്നൊരു കാര്യമാണ് കേട്ടോ. അതാണ് അദ്ദേഹം വന്നിട്ട് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ പറയുന്നത്. അതായത് ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഒരു തെണ്ടിയുടെ ഒരു ആവശ്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എം ബഷീറിന് വാ നിറഞ്ഞു കാണും, വയറും നിറഞ്ഞു കാണും. അപ്പോൾ എം ബഷീറിനെതിരെ ഈ പറയുന്ന പഠന ബോർഡ് ചെയർമാൻ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ബാക്കി വീഡിയോയിലേക്ക് വരാം. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് വേടന്റെ പാട്ട് ഉൾപ്പെടുത്തുന്ന സിലബസുമായി മുന്നോട്ടെന്ന് മലയാളം പഠന ബോർഡ് ചെയർമാൻ MS അജിത് റിപ്പോർട്ടിനോട്. സിലബസിനെ കുറിച്ച് പരാതിയുണ്ടെങ്കിൽ ഭാഷാ വിഭാഗം ഡീനും പിന്നീട് അക്കാഡമിക് കൗൺസിലും പഠിച്ച് തിരുത്തുകയാണ് ചെയ്യേണ്ടത്. പുറത്തുനിന്ന് ഒരാൾക്കും പരാതിയെക്കുറിച്ച് പഠിക്കാനാകില്ല. എം ബഷീറിന്റെ റിപ്പോർട്ടിനെ കുറിച്ച് സർവകലാശാല ഒരറിയിപ്പും തന്നിട്ടില്ലെന്നും ചെയർമാൻ പറഞ്ഞിരിക്കുന്നു. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. യൂണിവേഴ്സിറ്റിയുടെ സിലബസുകൾ തീരുമാനിക്കേണ്ടത് യൂണിവേഴ്സിറ്റിയുടെ പഠന ബോർഡുകളാണ്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് മുകളിൽ ഫാക്കൽറ്റി ഉണ്ട്, ഡീൻ അടങ്ങിയിരിക്കുന്നത്. അതിന് മുകളിൽ